ഈ കരിമണൽ മാസപ്പടി കേസിൽ ടി വീണയ്ക്കുള്ള കുരുക്ക് മുറുകുകയാണ് എന്നതാണ് വാസ്തവം. ഇപ്പൊ എറണാകുളത്ത് അഡീഷണൽ സെഷൻസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിൽ 11ാം പ്രതിയാണ്. ഇനി ബംഗളൂരുവിലെ കോടതിയിൽ വരുന്ന കുറ്റപത്രത്തിൽ ഒന്നുകിൽ ടി വീണ അല്ലെങ്കിൽ അവരുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി 1ാം പ്രതിയായിട്ട് മാറും. അതുമാത്രമല്ല, ഇപ്പൊ ഇ ഡി ഇതിന്റെ ചുവട് പിടിച്ച് അന്വേഷണങ്ങൾ ആരംഭിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകാൻ SFIOയോട് പറഞ്ഞിരിക്കുക. ഇ ഡിയും SFIOയും CBIയും ഒക്കെ നമ്മുടെ മോദിയുടെ കീഴിലുള്ളതാണ്. അവർ പറയുന്നത് പോലെയാണ്, അല്ലെങ്കിൽ മോദി സർക്കാർ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുക. ഇ ഡി എപ്പോ SFIOയോട് വിശദാംശങ്ങൾ ചോദിച്ചു എന്ന് വിചാരിച്ചാൽ മതി, അപ്പം തന്നെ അത് കിട്ടിയിരിക്കും. ഇ ഡി പറയുന്നത് ഈ മാസപ്പടി കേസിൽ 2.7 കോടി രൂപ ചെയ്തു കൊടുക്കാത്ത സേവനങ്ങൾക്ക് എക്സാലോജിക്ക് പറ്റി ആ പണം സ്വീകരിച്ചു എന്ന കേസിൽ കള്ളപ്പണം വെളുപ്പിക്കലും നടന്നിട്ടുണ്ടോ, അതാണ് ഇ ഡി അന്വേഷിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും SFIOയുടെ കയ്യിൽ നിന്ന് വിശദാംശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്യും, അന്വേഷണം നടത്തും. ഇനിയിപ്പോൾ ഈ കേസിലെ പ്രതികൾക്കുള്ള നേരിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്നൊരു കേസാണ്. അതിപ്പോൾ അടുത്ത 11ാം തീയതിയിലേക്ക് മറ്റും മാറ്റി വെച്ചിരിക്കുക. SFIയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL ഈ കരിമണൽ കമ്പനി കൊടുത്തിരിക്കുന്ന കേസാണ്. ഇതുപോലൊരു കേസ് ടി വീണ ബംഗളൂരു ഹൈക്കോടതിയിൽ കൊടുത്തു, തള്ളിയതാണ്. ഈ കരിമണൽ കമ്പനിയിൽ ഓഹരി പങ്കാളിത്തമുള്ള KSIDC നമ്മുടെ ഒരു സർക്കാർ സ്ഥാപനമാണ്. അവർ കേരള ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു കേസ് നൽകി, അത് തള്ളി. ഈ 2 ഹൈക്കോടതികളിൽ ഈ കേസ് തള്ളിയത്, അതായത് SFIയുടെ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളത്. ഇതിനിടയ്ക്ക് അന്വേഷണം പൂർത്തിയായി, അതിന്റെ കുറ്റപത്രം തയ്യാറായി, കേന്ദ്ര ഗവൺമെന്റിന് അനുമതി കിട്ടി, അത് പ്രോസിക്യൂഷൻ ഘട്ടത്തിലേക്ക്, അതിന്റെ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ SFIOയുടെ കേസ് കുറ്റപത്രം പ്രോസിക്യൂഷൻ ഇതിന്റെ വിശദാംശങ്ങൾ ആദ്യം കിട്ടിയത് ഏഷ്യാനെറ്റിനാണ്. അവർക്കത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അവരാദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തു, പിന്നീട് മറ്റുള്ളവർ ഏറ്റെടുത്തു, അച്ചടി മാധ്യമങ്ങളിൽ വന്നു, നാട്ടുകാരറിഞ്ഞു. രണ്ടാമത് ഒരു കുറ്റപത്രം കൂടി ബംഗളൂരുവിലെ ഒരു കോടതിയിൽ കൊടുക്കാൻ സമർപ്പിക്കാൻ SFIO ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അറിഞ്ഞപ്പോൾ അത് മലയാള മനോരമ ആദ്യം കൊടുത്തു. അതുപോലെ തന്നെ ഈ കുറ്റപത്രത്തിന്റെ ചുവട് പിടിച്ച് ഇ ഡി ടി വീണയ്ക്കെതിരെ അന്വേഷണം നടത്താൻ പോകുന്നു. അതിന്റെ വിശദാംശങ്ങൾ SFIOയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടക്കേടുണ്ടായത്, സംഗതിയൊക്കെ അസംബന്ധമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയത്. അതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. സ്വന്തം മകളുടെ കാര്യത്തിൽ ആർക്കായാലും ഒരു വേവലാതി ഉണ്ടാവും. എത്ര ഇരട്ടച്ചങ്കനാണെങ്കിലും സ്വന്തം മകനെയോ മകളെ കുറിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ മനസ്സൊന്ന് പിടയുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. അപ്പൊ ചിലര് ക്ഷുഭിതനായേക്കാം, അപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അസംബന്ധ ചോദ്യങ്ങളായിട്ട് തോന്നിയേക്കാം. മകളുടെ കാര്യം വരുമ്പോഴാണ് അദ്ദേഹം നിയമസഭയിലെ പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ ചീറിക്കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് ചിലപ്പോൾ കടക്കൂ പുറത്ത് എന്ന് പറഞ്ഞ് പോകുന്നത്. മാധ്യമങ്ങളൊക്കെ രക്തദാഹികളാണെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണെന്ന്. രക്തദാഹികൾ എന്ന് കേട്ടപ്പോൾ, അല്ലെങ്കിൽ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നവർ എന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോ പെട്ടെന്ന് ഡ്രാക്കുളയാണ് ഓർമ്മ വന്നത്. അതായത് നീണ്ട പല്ലുകൾക്കിടയിലൂടെ രക്തം കിനിഞ്ഞിറങ്ങുന്ന ഡ്രാക്കുളയുടെ ഒരു ചിത്രം വളരെ പ്രസിദ്ധമാണ്. ഡ്രാക്കുളയെ ഓർമ്മിച്ചുപോയി ഈ മാധ്യമപ്രവർത്തകരെ കുറിച്ചുള്ള പിണറായി വിജയന്റെ പരാമർശം കേട്ടപ്പോൾ. അദ്ദേഹം ഈ കേസിൽ ചില മുഖ്യ ശത്രുക്കളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പണ്ട് EMS ഏത് പത്രസമ്മേളനം നടത്തിയാലും മുഖ്യശത്രു ആരാണ് എന്ന് പറയുമായിരുന്നു. അന്നൊക്കെ CPMന്റെ മുഖ്യശത്രു കോൺഗ്രസ് ആയിരുന്നു. അതുപോലെയാണ് ഈ മാധ്യമങ്ങളുടെ കൂട്ടത്തിലെ പ്രധാന ശത്രു അത് മലയാള മനോരമയാണെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. അവരങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ, അവരെ അങ്ങനെ എഴുതിക്കോട്ടെ എന്നാണ് പിണറായിയുടെ വചനങ്ങൾ. അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, നോക്ക് നിങ്ങൾ എത്രത്തോളം ആവും എന്നുള്ളത്. എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ മാധ്യമപ്രവർത്തകർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിണറായി സഖാവി വാർത്തകൾ മുമ്പിൽ വന്ന് വീഴുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റും?